ഇത്രയും കാലമായിട്ടും വൈറ്റ് സ്ട്രോബെറീസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഹലോ ഗൈസ്, യൂഷ്വലി ഞാൻ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതാണ്. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു. അപ്പൊ നിങ്ങൾക്കും കാണിച്ചു തരാന്ന് വിചാരിച്ചു. വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അവരോടൊക്കെ ഭയങ്കര സ്നേഹം. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്നെ എന്റെ അനിയത്തിനോടില്ലാത്ത സ്നേഹം എന്താണാവോ അമ്മയ്ക്ക് ഈ ചെടികളോടുള്ളത്. സംഭവം ഞാൻ ചെടി വാങ്ങിച്ചപ്പോഴും നട്ടപ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിങ്ങ് വലുതായിട്ട് വരുമ്പോ എന്തെന്നറിയില്ല, ഭയങ്കര സ്നേഹം എനിക്ക്. അതുകൊണ്ട് ഇപ്പൊ ആര് വിളിച്ചാലും റൂമിലോട്ട് ആര് വന്നാലും ആദ്യം തന്നെ കാണിക്കുന്ന എന്റെ ചെടികളായിരിക്കും. അപ്പൊ ഇന്നത്തെ മെയിൻ മോട്ടീവ് എന്താന്ന് വെച്ചാൽ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്യണം, ബ്രാൻഡ്സിന് അതേപോലെ അയച്ചും കൊടുക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഓർഡർ ചെയ്യുന്നത്. സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈറ്റ് സ്ട്രോബെറി കണ്ടത്. ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അതങ്ങ് ഓർഡർ ചെയ്തു. സ്ട്രോബെറിന്റെ ഒപ്പം ഈ അനാറും ഗ്രേപ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മിന്ത്രയിൽ നിന്ന് എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ബെൽ സ്ലീവ്സ് ഒക്കെ ഉള്ള ഒരു കുർത്തിയാണിത്. ഈ കുർത്തിക്ക് ഏത് ലിപ് ഷെയ്ഡാ ചേരുന്നതെന്ന് കണ്ടുപിടിക്കുന്നതായിരുന്നു എന്റെ അടുത്ത മോട്ടീവ്. അപ്പൊ എല്ലാം മറന്ന് ഞാൻ വീണ്ടും വൈറ്റ് സ്ട്രോബെറിയിലോട്ട് തന്നെ എത്തി. ഈ പുറത്തുള്ള ഡോട്ട്സിലൊക്കെ ചെറുതായിട്ട് റെഡ് കളർ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിൽ റെഡ് ആയിരിക്കുന്നു. പക്ഷെ അല്ല, ഉള്ളിലും വൈറ്റ് ആണ്. ടേസ്റ്റ് ആണെങ്കിൽ സാധാ സ്ട്രോബെറിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ട്രോബെറിനെ പറ്റി അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.